ഹായ് കൂട്ടുകാരെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? കുറച്ചു ദിവസമായില്ലേ നമ്മുടെ ചാനലില് ഒരു ഹൊറർ സിനിമ കഥ കേട്ടിട്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇന്നൊരു ഹൊറർ സിനിമ കാണാം. 2013 റിലീസായ ദ സൂപ്പർ നാച്ചുറൽ ഇവന്റ്സ് ഓൺ ക്യാമ്പസ് എന്ന ഒരു ചൈനീസ് കഥയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ അതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സൂസുവിനെ കാണിച്ചുകൊണ്ടാണ്. സൂസു ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണ്. അവൾ ആ യൂണിവേഴ്സിറ്റിയിൽ വളരെ പോപ്പുലറുമാണ്. ഇന്നത്തെ പോലെ അന്നും അവൾക്ക് വളരെ കാഷ്വൽ ആയ ഒരു ഈവനിങ് ആയിരുന്നു ആ ഒരു സംഭവം നടക്കുന്നത് വരെ. അന്ന് ക്യാമ്പസിൽ ഒറ്റയ്ക്ക് നടക്കുന്ന അവളെ പോലെ തന്നെ അവിടുത്തെ സ്റ്റുഡന്റ് എന്ന് തോന്നിപ്പിക്കുന്ന യൂണിഫോം ഇട്ട് ഒരു പെൺകുട്ടിയെ കാണുന്നു. അവളുടെ മുന്നിലായി നടന്നു പോകുന്ന ആ പെൺകുട്ടിയോട് എന്തോ ഒന്ന് സംസാരിക്കണം, ആരാണ് അവളെന്ന് ഒന്ന് കാണണമെന്ന് സൂസുവിന് തോന്നുന്നുണ്ടായിരുന്നു. സൂസു അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ വിളിക്കുന്ന ടൈം ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ സൂസു ആ കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നു. പ്രായം കുറഞ്ഞ ഒരു വിദ്യാർത്ഥിനിയുടെ ശരീരവും നല്ല പ്രായമുള്ള ഒരു സ്ത്രീയുടെ മുഖവുമുള്ള ഒരു വിചിത്ര രൂപമായിരുന്നു അത്. വളരെ പേടിപ്പെടുത്തുന്ന ഒരു രൂപം. ആ സംഭവത്തിന് ശേഷം അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നതല്ല, നമ്മൾ കുറച്ച് വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ് കാണുന്നത്. സൂസു അവളുടെ പഠനത്തിന്റെ ഇടയിൽ ഒരു ചെറിയ യാത്ര പോയിരിക്കുന്നു. ചൈന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഉള്ള സ്ഥലമാണല്ലോ. അതുപോലെ ഒരു മനോഹരമായ ഇടം കാണാനായിട്ടാണ് സൂസു ഇപ്പൊ പോയിരിക്കുന്നത്. പക്ഷെ അവളുടെ കഷ്ടകാലത്തിന് അവൾ ചെന്ന ആ ഒരു സമയത്ത് അവിടെ മിക്ക റോഡ്സും ക്ലോസ്ഡ് ആയിരുന്നു. അവൾക്ക് അതുകൊണ്ട് തന്നെ പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. അവിടെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചു. ഒരു നാച്ചുറൽ കലാമിറ്റി കാരണമാണ് റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇനിയിപ്പോ ഇവിടെ കാണാൻ സ്റ്റേ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്താണ് അവിടെ ഒരു ലോഡ്ജ് അവൾ കാണുന്നത്. അവിടേക്ക് ചെല്ലുമ്പോ ആരും ഉള്ള കണക്കേ ഇല്ല. പാഴടഞ്ഞു കിടക്കുന്ന ഒരു വല്ലാത്തൊരു ഇടം പോലെ ഉണ്ടെങ്കിലും വേറെ ഇടങ്ങില്ല. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിൽക്കാനായി അവൾ നിർബന്ധിതയാവുന്നു. അവിടെ എത്തുന്ന അവൾ ആദ്യം ആരെയും കണ്ടില്ലെങ്കിലും പിന്നീട് ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ ചോദിച്ചു ഒടുക്കം ഒരാളെ അവൾ കാണുകയാണ്. അയാളാകട്ടെ അവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള പേയ്മെന്റ് നടത്തണമല്ലോ, കാർഡൊന്നും എടുക്കില്ല, ക്യാഷ് തന്നെ വേണമെന്ന് അവളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അയാൾ ആ ഹോട്ടൽ നടത്തിപ്പുകാരനാണ്. ശരി, ഞാൻ പേയ്മെന്റ് ചെയ്യുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകണേ ഒരുങ്ങുന്ന സമയത്താണ് ഒരു ലേഡി അവളെ തടയുന്നത്. ആ ലേഡി ഈ ഹോട്ടൽ നടത്തിപ്പുകാരനോട് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സൂസുവിന് അവിടെ റൂം കൊടുക്കാനായി ആവശ്യപ്പെടുകയാണ്. സൂസുവിന് ആ ലേഡിയെ മുൻപരിചയമൊന്നുമില്ല. ഇവിടെ വെച്ചാണ് അവൾ ആദ്യമായി കാണുന്നത് തന്നെ. അവരാകട്ടെ അവൾ ഇവിടെ നിന്ന് വിടാതെ ഇവിടെ തന്നെ അവളെ റൂം എടുക്കാനായി നിർബന്ധിക്കുന്നു. അവളുടെ ക്യാഷ് കുറവാണ്, ഫുൾ പേയ്മെന്റ് ചെയ്യാനായിട്ട് കാർഡ് എടുക്കാത്തത് കൊണ്ട് പോകാനായി നിന്ന് അവളെ അങ്ങനെ അവർ കൺവിൻസ് ചെയ്ത് അവിടെ തന്നെ ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. റൂം ഭയങ്കര വിശാലമായ ഒരു റൂമാണ്. പക്ഷെ എന്തോ ഒരു വല്ലാത്തൊരു ഗന്ധം, ഒരു ദുർഗന്ധം പോലെ അവൾക്ക് ആ റൂമിൽ വന്നു കയറിയ സമയത്ത് തോന്നിയെങ്കിലും റൂം ആകെ നീറ്റായി കിടക്കാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ആ സ്മെല്ലും അവളുടെ മനസ്സിൽ നിന്നൊക്കെ അതിന്റെ ഒരു തോന്നൽ മാറുന്നുണ്ട്. അങ്ങനെ സൂസുവിനെ റൂമിലാക്കിയിട്ട് നൈറ്റ് ഫുഡ് കഴിക്കാൻ വരണമെന്ന് പറഞ്ഞ് ആ ലേഡി പോകുന്നുണ്ട്. സൂസു ആകട്ടെ രാത്രി ആകുമ്പോൾ കുളിച്ച് റെഡി ആയ ശേഷം ഒന്ന് TV ഓണാക്കാന്ന് കരുതി റൂമിൽ TV ഓണാക്കുമ്പോൾ ഒന്നും അതിൽ വരുന്നില്ല. മൊബൈൽ എടുത്ത് എന്തെങ്കിലും നോക്കാന്ന് വിചാരിക്കുമ്പോൾ അവിടെ റേഞ്ചും ഇല്ല. അവൾക്ക് ഭയങ്കരമായിട്ട് റൂമിൽ ഇരുന്ന് ബോർ അടിക്കുന്നുണ്ട്. സൂസുവിനാണെങ്കിൽ ഓർമ്മക്കുറവിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ഒരാളും കൂടിയാണ് അവൾ. എന്തായാലും ഫുഡ് കഴിക്കാനായി താഴേക്ക് പോകണ്ടേ, പോവാം, റൂമിൽ ഇരുന്ന് ബോർ അടിക്കുന്നല്ലോ എന്ന് കരുതി അവൾ അങ്ങനെ ഒരു കോട്ടൊക്കെ ഇട്ട് താഴേക്ക് റിസപ്ഷന്റെ അവിടേക്ക് ചെല്ലുന്ന ആ ഒരു സമയം തന്നെ എന്തൊക്കെയോ വല്ലാത്ത ഒരു പന്തികേട് കണക്ക് അവൾക്ക് തോന്നുന്നുണ്ട്. അവൾ ആ റൂമിൽ നിന്ന് ഇറങ്ങിയ പാടെ എത്ര നേരം ഓണാവാതിരുന്ന TV ഓണായ കണക്കും റൂമിനകത്ത് ജനലുകൾ ഇങ്ങനെ അടയുന്ന കണക്കൊക്കെ അവൾ പെട്ടെന്ന് പേടിച്ചാണ് റിസപ്ഷന്റെ അവിടേക്ക് എത്തുന്നത്. എത്തുമ്പോ ആ ഒരു സ്ഥായി ഭാവത്തിൽ മുഖം വെച്ചോണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, റിസപ്ഷനിസ്റ്റ്. മുഖത്ത് ചിരിയില്ല, ഒരു മയോ ഇല്ല, ഒന്നുമില്ല, ഒരുമാതിരി മുഖഭാവം. അയാളാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അയാളോട് അവള് സംസാരിക്കാനായി നോക്കുമ്പോൾ അയാൾ വലിയ മൈൻഡ് ഒന്നും കൊടുക്കാതിരിക്കുന്ന ടൈമാണ് അവിടേക്ക് 2 പേര് വരുന്നത്, ഒരു അമ്മയും മകനും. പക്ഷെ അവരെ കാണുമ്പോഴേ വല്ലാണ്ട് പേടിയാ. ഒരു പ്രേതം കണക്ക് വിളറി വെളുത്ത സ്കിന്നും ഭയങ്കര തുറച്ചിരിക്കുന്ന കണ്ണും വല്ലാത്തൊരു മുഖഭാവവും ഒക്കെ ആയിരുന്നു ആ അമ്മയ്ക്കും മകനും ഉണ്ടായിരുന്നത്. അവൾ ആകെ പേടിക്കുന്നുണ്ട്. അവരായിട്ട് വന്നപടെ അവരുടെ റൂമിന്റെ കാര്യം റിസപ്ഷനിസ്റ്റിനോട് സംസാരിക്കുന്നതും അയാൾ അവരെ റൂമിലേക്ക് കൂട്ടി കൊണ്ടുപോകുന്നു. അവൾക്ക് ഇതൊക്കെ കണ്ടിട്ട് വളരെ വിചിത്രമായി തോന്നുന്നുണ്ട്. ഇവിടെ റൂംസ് എല്ലാം ഫുള്ളാണ്. ആകെപ്പാടെ ഒരേ ഒരു റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അവൾക്ക് കിട്ടിയ റൂം എന്നൊക്കെയാണ് മറ്റേ ആ ലേഡി അവളോട് പറഞ്ഞത്. ഒരു മനുഷ്യനാണോ പ്രേതാണോ, കണ്ട പ്രേത കണക്കുണ്ടല്ലോ എന്നൊക്കെ അവൾ ഇങ്ങനെ മനസ്സിലാലോചിച്ച് ഫുഡ് കഴിക്കാനുള്ള മൂടും പോയി നേരെ അവൾ സ്റ്റേ ചെയ്യുന്ന റൂമിന്റെ അവിടേക്ക് പോയി ഒരൊറ്റ ഇരിപ്പാണ്. വല്ലാത്ത പേടിയാവുന്നുണ്ട്. ഓണാവാതിരുന്ന TV ഓണാവുന്നു, ജനലിട്ട് തട്ടുന്ന സൗണ്ട്, വേഗം ജനലൊക്കെ കുറ്റിയിട്ട് ആ TV ഓഫ് ചെയ്ത് കഴിക്കാനുള്ള മെഡിസിൻ കഴിച്ച ഒരൊറ്റ ഉറക്കാണ്. അടുത്ത ദിവസം രാവിലെ ഒരു ദുസ്വപ്നം കണ്ടാണ് അവൾ ഞെട്ടി ഉണരുന്നത്. മനസ്സിന്റെ തോന്നലായിരിക്കും ഇങ്ങനെ പതിവില്ലാതെ താൻ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടതെന്ന് ആശ്വസിപ്പിച്ച് അവൾ പതിയെ താഴേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ അതേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന 2 പേരെ അവൾ അവിടെ കാണുന്നുണ്ട്. അവരോട് അവിടെ വെച്ച് സംസാരിക്കുമ്പോഴാണ് ഇവർ ഒരേ യൂണിവേഴ്സിറ്റി ആണെന്ന കാര്യം തന്നെ അവൾക്ക് മനസ്സിലാവുന്നത്. അവരോട് സംസാരിച്ചിരിക്കുന്ന ടൈമാണ് അവിടേക്ക് നമ്മുടെ കഥാനായകനായ ഫെങ്ങിന്റെ വരവ്. ഫെങ്ങിനെ കണ്ടപാടെ സൂസുന് എവിടെയോ കണ്ടു മറന്ന ഒരു ഓർമ്മ വരുന്നുണ്ടെങ്കിലും എവിടെയാണെന്ന് അവൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്ന് അവർ സംസാരിക്കുന്നുണ്ട്. മറ്റേ ലേഡി ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്ന ടീമാണ്
ശേഷമാണ് സൂസുവിന് മനസ്സിലാവുന്നത് ഫെങ് ഫോട്ടോഗ്രാഫി സ്റ്റുഡന്റ് ആണെന്ന്. അവനാകട്ടെ കയ്യിൽ ക്യാമറ വെച്ച് അവളുടെ ഫോട്ടോ എടുക്കുന്ന കണക്ക് തോന്നി അവൾ എന്റെ ഫോട്ടോ എടുക്കാണോ എന്ന് ചോദിച്ച് ജാടിയിടുമ്പോ അല്ല ഞാൻ ഈ ഇലകളുടെ ഒക്കെ ഫോട്ടോ എടുക്കായിരുന്നു എന്ന് പറഞ്ഞ് അവൻ ആ ഫോട്ടോ കാണിക്കുമ്പോൾ അവൾ ആകെ ചമ്മുന്നുണ്ട്. എന്തായാലും അവിടെ സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവൾ റൂമിലേക്ക് എത്തുമ്പോൾ റൂമിന്റെ ഡോറിന്റെ അവിടെ ഒരു മിറർ ഉണ്ട്. അതിന്റെ മുന്നേ ഇരുന്ന് ഇന്നലെ അവൾ കണ്ടില്ല ഒരു അമ്മയും മകനും അതിൽ ആ ഒരു പയ്യനിരുന്ന് കണ്ണാടിയിലേക്ക് നോക്കി സംസാരിക്കുന്നത് കാണുന്ന അവൾ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്ന ടൈം ആകട്ടെ ആ പയ്യൻ അവളെ മൈൻഡ് ആക്കാതെ എഴുന്നേറ്റ് പോന്നു. എന്തെന്നെ മൈൻഡ് ചെയ്യാത്തേന്ന് ഓർത്ത് അവൾ തിരിച്ച് റൂമിലേക്ക് ചെന്ന് ഡോർ അടച്ച് അവളുടെ മെഡിസിൻ കഴിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും മെഡിസിൻ കഴിക്കാൻ പറ്റുന്നതിന് മുന്നേ ഡോറിൽ ആരോ തട്ടുന്നു. പെട്ടെന്ന് ആ ഒരു തട്ട് കേട്ട് അവൾ പേടിച്ച് ഞെട്ടുന്നുണ്ട്. അപ്രതീക്ഷിതമായ സമയത്താണല്ലോ തട്ടിയത്. ചെന്ന് നോക്കുമ്പോ ആരുമില്ല. ആ പാവ അവിടെ ഇരിപ്പുണ്ട്. ആ പാവ ഞാൻ പറയാൻ കാരണം അവൾ ഈ ഹോട്ടലിൽ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഈ അമ്മയും മകനും ഇന്നലെ വന്ന് റൂം എടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിരുന്നില്ലേ, ആ സമയത്ത് അവരെ നോക്കി നടന്നാണ് അവൾ ഈ ഒരു പാവ കാണുന്നത്. ഈ പാവ ഹോട്ടലിന്റെ ഒരു ഡെക്കോർ ഐറ്റം പോലെ അവിടെ വെച്ചിരിക്കുന്നതാണ്. അതിനെ ചെന്ന് തൊട്ടാൽ അത് പേടിപ്പെടുത്തുന്ന രീതിയിൽ കരഞ്ഞ് ഒരുമാതിരി സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ ഇതിങ്ങനെ ഇവിടെ വന്നൊന്ന് ചിന്തിച്ചവളത് മാറ്റി വെച്ചിട്ട് റൂമിനകത്തേക്ക് ചെന്ന് വീണ്ടും ഡോർ അടയ്ക്കുമ്പോഴേക്കും റൂമിൽ ഒരു കുഞ്ഞു കാൽപ്പാട് അവൾക്ക് കാണാം. റൂമിന്റെ ജനാല തുറക്കരുത്, കുരങ്ങിന്റെ ശല്യം ഉണ്ടെന്ന് ആ ലേഡി പറഞ്ഞു തോർക്കുന്നവൾ കുരങ്ങു വല്ലോ ആണോ എന്ന് ചിന്തിച്ച് കയ്യിൽ ഒരു ചെറിയ കത്തി എടുത്ത് എങ്ങനെ ആക്രമിച്ചാ തിരിച്ച് രക്ഷപ്പെടണ്ടേ. അപ്പൊ അതിനുവേണ്ടി ഒരു കത്തിയുമായിട്ട് കട്ടിലടി നോക്കുമ്പോൾ ആ ചെറിയ പയ്യനാണ്. ഓൾറെഡി ആ പയ്യനെ കണ്ട ഒരു പ്രേത ലുക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് പേടിയാണ്. ഇപ്പൊ ശരിക്കും പേടിച്ചു പോകുന്നുണ്ട്. തുടർന്ന് നീ ഇങ്ങനെ ഇതിന്റെ അടി കയറിന്നൊക്കെ അവൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഡോറിൽ തട്ടുന്ന സൗണ്ട്. ചെന്ന് നോക്കുമ്പോ ഈ പയ്യന്റെ അമ്മ. അവർക്കും ഒരു പ്രേത ലുക്ക് ഉള്ളത് കൊണ്ട് തന്നെ പേടിച്ച് ഒരു പരുവാവുന്നവൾ നിങ്ങളുടെ മകൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ പയ്യനെ കട്ടിലിനടിന്ന് നോക്കാനായി വരുമ്പോഴേക്കും ആ പയ്യൻ അവിടെ ഇല്ല. ഇവനത് എവിടെ പോയി നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ഡോറിന്റെ അവിടെ അമ്മയോട് സംസാരിച്ച് നിൽക്കുന്നവൻ ഇവൾക്ക് ടാറ്റയും കൊടുത്ത് പോകുമ്പോ ഇവൻ എപ്പോ അകത്തേറി ഇവൻ എപ്പോ ഈ പുറത്തിറങ്ങി എന്നൊന്നും അവൾക്ക് ഒരു പിടുത്തമില്ല. എന്തായാലും വളരെ വിചിത്രമായിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. അന്ന് രാത്രി നന്നായിട്ട് സൂവിന് ഉറങ്ങാനായി കഴിഞ്ഞില്ല. ഉറങ്ങാനായി കിടന്ന അവൾ ഇടയ്ക്ക് എന്തോ ശബ്ദം കേട്ട് ഉണരുന്നു. വെള്ളമില്ല, റൂമിലെ ഫാൻ കറങ്ങുന്നില്ല. ആകെ പാടെ ടെൻഷൻ ഒന്നും. റിസപ്ഷൻ അവിടേക്ക് അത് ചോദിക്കാനായി വരുമ്പോ റിസപ്ഷൻ അവിടെ അയാൾ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഡോറ് തുറന്ന് ആരോ വരുന്നത് പോലെ തോന്നുന്ന അവൾക്ക് എന്തോ പേടിയായി വേഗം അവൾ മുകൾ നിലയിലേക്ക് ഓടി നേരെ ചെന്ന് കയറുന്നത് അവിടെ ഓപ്പൺ ആയി കിടന്ന ഒരു മുറിയിലേക്കാണ്. അവിടെ അവൾ ചെന്ന് കയറുമ്പോഴേക്കും അകത്ത് ആരോ ഉള്ള കണക്കുണ്ട്, പക്ഷെ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അവൾ ആകെ പാനിക് ആവുമ്പോഴേക്കും ആരോ വന്ന് അവളെ പിടിക്കുന്നതായി ഫീൽ ആവുന്ന അവൾ വേഗം അവിടെ നിന്ന് ഓടിത്തെറിച്ച് പുറത്തേക്ക് ഓടുന്നത് ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് എത്തുന്ന ഫെങ്ങിന്റെ അടുത്തേക്കാണ്. തുടർന്ന് ഫെങ്ങും ഫ്രണ്ട്സും കൂടിയാണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് പേടിയാവുന്നു, എന്നെ ഒന്ന് റൂം വരെ കൊണ്ടാക്കുമോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ഫെങ് അവളെ റൂമിലേക്ക് കൊണ്ടാക്കാനായി പോകുന്നുണ്ട്. ഫെങ് റൂമിൽ കൊണ്ടാക്കിയിട്ടും ആ ഒരു പേടി സൂസുവിന് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുന്നത് വരെ ഫെങ് അവിടെ കാവലിരിക്കുന്നുണ്ട്. അവൾ എന്തോ മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടെന്ന് അവിടെ അതിന്റെ ബോട്ടിൽസ് ഇരിക്കുന്നത് കാണുന്ന അവന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവനും അവിടെ കാവലിരുന്ന് ഉറങ്ങിപ്പോന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കം എണ്ണിക്കുന്ന അവൻ ഇവിടെ അടുത്തിരുന്ന് ഉറങ്ങുന്നതും അവന്റെ കൈ ചേർത്ത് പിടിച്ച് താൻ ഉറങ്ങിപ്പോയതും ഒക്കെ ആലോചിച്ച് നല്ലൊരു പയ്യനാണല്ലോ ഇവൻ, ഇന്നലെ ഫുൾ എന്നെ എന്ത് കെയർ ആയിട്ട് നോക്കിയെന്ന് അവനെ പറ്റി നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പോകുമ്പോൾ ആ ലേഡിയോട് ഫെങ്ങിന്റെ ഫ്രണ്ട്സ് മുകളിലത്തെ റൂമിൽ ആരെങ്കിലും ഉണ്ടോ, ഇന്നലെ അവിടെ ചെന്ന് കയറിയ സൂസുന് എന്തോ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ടായി എന്നൊക്കെ പറയുന്നല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആരാണ് ആ മുകളിലത്തെ നിലയിലെ റൂമിലേക്കൊക്കെ ചെന്ന് കയറാനേ പറഞ്ഞത്, ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെന്നു എന്നൊക്കെ ദേഷ്യപ്പെടുകയായിരുന്നു ആ ലേഡി. അങ്ങനെ ദേഷ്യപ്പെട്ടാല് എന്തെങ്കിലും ഡൗട്ട് ഈ കേൾക്കുന്നവർക്ക് തോന്നിയാലോ എന്ന് കരുതിയിട്ടാവും പെട്ടെന്ന് ആ ലേഡിയുടെ ടോൺ മാറുന്നുണ്ട്. ഒന്നുമില്ലെന്നേ വെറുതെ തോന്നിയതായിരിക്കും എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സൂസുവും ഫെങ്ങും വരുന്നു. സൂസുവിന്റെ മുന്നിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്ത കണക്ക് സൂസനെ കണ്ടപാടെ അവളെ പേടിച്ചു എന്നൊക്കെ ഇവര് അറിഞ്ഞിട്ടും അതിനെപ്പറ്റി ഒന്നും ചോദിക്കാതെ ഞാൻ ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ ഒഴിഞ്ഞു മാറിപ്പോന്നു. എന്തായാലും ഇന്നലെ നടന്ന സംഭവങ്ങൾ വെറുതെ തോന്നിയതായിരിക്കും എന്ന് ഫെങ്ങും ഫ്രണ്ട്സും പറയുന്നത് കേട്ട് ഇന്നലെ കയറിപ്പോയ അതേ റൂമിലേക്ക് ഇപ്പോ പകൽ വെളിച്ചത്തിൽ കയറാനായി സൂസുന് തോന്നുന്നു. തന്റെ മനസ്സിന്റെ തോന്നലാണോ എന്താണെന്നൊന്നും അറിയാലോ. പ്രേതമാണെങ്കിൽ പകൽ ഇറങ്ങത്തില്ല, രാത്രി മാത്രമായെന്ന രീതിയിലല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. പകൽ സമയത്ത് പോയി നോക്കാം എന്നൊരു ധൈര്യത്തിന്റെ പുറത്ത് അവൾ അങ്ങനെ പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോ കുറെ മാനിക്കിൻസ് ഉള്ളത് അവൾക്ക് കാണാം. അപ്പോ ഇതൊക്കെ കണ്ടായിരിക്കും പേടിച്ചതെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്ന അവൾ അവിടെ മറ്റേ ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന കുഞ്ഞു പാവ ഇരിക്കുന്നത് കണ്ട് ഈ പാവ എപ്പോഴും പുറത്തിരിക്കുന്നല്ലേ, ഇതിങ്ങനെ ഈ റൂമിലെത്തിയെന്ന് ഭയങ്കരമായി ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ആ പാവ എടുത്ത് അവൾ പുറത്തു കൊണ്ട് വെക്കുന്നുണ്ടെങ്കിലും ഒന്ന് തിരിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും ആ പാവ കാണുന്നില്ല. അത് എവിടെ പോയെന്ന് അവൾ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഫെങ് അവളെ കണ്ട് വീണ്ടും സംസാരിക്കാനായി വരുന്നത്. അവന് ഫോട്ടോഗ്രാഫി വലിയ ഇഷ്ടമാണല്ലോ. അവൻ എടുത്തിരിക്കുന്ന ഫോട്ടോയുടെ കളക്ഷൻ ഒക്കെ കാണിക്കുന്നു. അങ്ങനെ അവനോട് കുറെ നേരം സംസാരിക്കുമ്പോൾ അവൾ പിന്നെ മനസ്സിൽ തോന്നിയ ആ ഡൗട്ടൊക്കെ മറന്ന് വീണ്ടും ഒന്ന് കൂളാവുന്നുണ്ട്. പക്ഷെ അന്ന് ആട്ടെ കുളിക്കാനായി പോകുന്ന അവൾക്ക് വീണ്ടും പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നു. ഇവർക്ക് ഓരോ റൂം ഉണ്ടല്ലോ, പക്ഷെ ആ റൂമിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, കോമൺ ആയിട്ട് ബാത്റൂം ആണ് ഉള്ളത്. അവിടെ കുളിക്കാനായി പോകുന്ന അവൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടബിന്ന് ആരും ഇറങ്ങി വരുന്ന കണ്ട് പേടിച്ച് നിലവിളിച്ച് ഓടുമ്പോഴേക്കും ഫെങ്ങിന്റെ ഫ്രണ്ട്സും അവിടെ കുളിക്കാനായി വന്നിരുന്നു. തുടർന്ന് അവർ വന്ന് നോക്കുമ്പോൾ ആ ടബിനകത്ത് ആരുമില്ല, മറിച്ച് ബിഗ് മുടി കണക്ക് എന്തോ ഉണ്ട്. അത് കണ്ട് അവൾ പേടിച്ചതാണെന്ന് മനസ്സിലാവുന്നു. ആരെങ്കിലും ഇവിടുത്തെ ഗസ്റ്റ് മറന്നു വെച്ച മുടിയായിരിക്കും എന്ന് പറഞ്ഞ് അവർ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും പേടി കുറച്ച് കൂടുന്നുണ്ടെന്ന് അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ റെഡി ആയ ശേഷം വീണ്ടും ഫെങ്ങിന്റെ അടുത്ത് എന്ന് സംസാരിക്കുന്നു. ആ ഒരു സമയത്ത് ഫെങ് അവളുടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അവളും നന്നായി പോസ് ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെ പോസ് ചെയ്യുമ്പോഴും ഇതേ കണക്കൊരു ഇൻസിഡന്റ് ലൈഫിൽ എവിടെയോ ഉണ്ടായിട്ട് പക്ഷെ ഇപ്പൊ തന്റെ
അവളുടെ ഓർമ്മയിൽ ഇല്ലാത്ത കണക്ക് ഒരു ഫീൽ അവൾക്ക് വരുന്നുണ്ട്. ഇതുപോലെ ഫോട്ടോ എടുത്ത കണക്ക് ഒരു ഇൻസിഡന്റ്, ഇതേ കണക്ക് ഫോട്ടോക്ക് ഇപ്പോൾ അവൾ പോസ് ചെയ്ത കണക്ക് ഒരു ഇൻസിഡന്റ്. പക്ഷെ അവൾക്ക് ഒന്നും തന്നെ വ്യക്തമായി ഓർമ്മ വരുന്നില്ല. ഇവിടെ നിന്ന് പോയാലും തമ്മിൽ കണക്റ്റഡ് ആവണം എന്ന് അവളോട് ഒരു താല്പര്യം തോന്നിയ കണക്ക് ഫെങ് സംസാരിക്കുമ്പോൾ, എനിക്കറിയില്ല, എന്റെ ലൈഫിലുള്ള പല കാര്യങ്ങളും ഞാൻ മറന്നു പോകുന്നുണ്ട്. നിങ്ങളെയൊക്കെ ഇങ്ങനെ ഞാനൊരു സോളോ ട്രിപ്പ് വന്ന ഈ ഒരു സമയത്ത് ഇവിടെ വെച്ച് കണ്ട് അപ്രതീക്ഷിതമായി പരിചയപ്പെട്ടത് എനിക്ക് എത്ര സന്തോഷം തന്നൊരു കാര്യമാണെന്നറിയാവോ. സത്യത്തിൽ ഇവിടെ നിന്ന് പോയ ശേഷം എന്റെ പല കാര്യങ്ങളും ഞാൻ മറക്കുന്ന കണക്ക് നിങ്ങളെ മറക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് അവളും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫെങ് എടുത്ത ഫോട്ടോസ് തന്റെ ടാബില് സൂസ നോക്കിയിരിക്കുകയാണ്. അവളെ ഫോട്ടോയിൽ എന്തോ ഒന്ന് കണ്ട് സൂം ചെയ്തൊക്കെ നോക്കാനേ ഒരുങ്ങുമ്പോഴേക്കും ടാബ് ഓഫ് ആവുന്നു. മര്യാദയ്ക്ക് ആ ഫോട്ടോ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ഓഫ് ആയല്ലോ എന്ന് കരുതി അവളും ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. ചാർജ് ചെയ്യാനായിട്ട് അപ്പൊ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. രാത്രി അവൾ ഉറങ്ങുന്ന സമയത്ത് അവളുടെ റൂമിലേക്ക് ഒരു ചുവപ്പ് വസ്ത്രം ധരിച്ച പെൺകുട്ടിയുടെ രൂപം നടന്നു വരുന്നതും അവൾ കിടക്കുന്ന കട്ടിലിൽ ഇരിക്കുന്നതും നമുക്ക് കാണാം. ഉടനെ ഇതൊന്നും അറിയാതെ തിരിഞ്ഞു കിടക്കുന്ന സൂസുവിന് ഉറക്കം നഷ്ടപ്പെടുന്നു. അവൾ സമയത്രയും നോക്കാനായി ഫോൺ എടുക്കുന്ന ആ ഒരു സമയത്ത് ഫോണിന്റെ വെട്ടത്തിലാണ് അടുത്തൊരു പെൺകുട്ടി ഇരിക്കുന്നത് അവൾ കാണുന്നത്. അവൾ ആകെ പേടിച്ച് നിലവിളിക്കുന്നതും കയ്യിലുള്ള ഫോണും ഓഫ് ആവുന്നു. എന്തായാലും പേടിക്കുന്ന അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്തെ റൂമിലൊക്കെ പേടിച്ച് തട്ടുന്നുണ്ട്. ആരും തുറക്കുന്നില്ല. നമ്മുടെ ഫെങ്ങിന്റെ റൂമിൽ അവിടെ പോയി തട്ടിയിട്ട് പോലും ആരും തുറക്കുന്നില്ല. റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. നേരെ വാഷ്റൂമിലേക്ക് അവൾ ഓടുന്ന സമയത്താണ് അവിടെ മറ്റേ അമ്മയെ കാണുന്നത്. ആ അമ്മയാകട്ടെ അവൾക്ക് ഓൾറെഡി അവരെ കാണുമ്പോൾ ഒരു പേടി ഫീൽ ആവാറുണ്ടെങ്കിൽ ഇപ്പൊ കറക്റ്റ് ഒരു പ്രേതം കണക്ക് അവളെ അറ്റാക്ക് ചെയ്യാണ്. അവർ മാത്രമല്ല അവരുടെ മകനും കൂടി ചേർന്ന് അവളെ അതിക്രൂരമായി ഉപദ്രവിക്കുന്നുണ്ട്. അവൾ ചോര വാർന്ന് പെടയുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ട്, അതൊരു വല്ലാത്തൊരു ദുസ്വപ്നം കണ്ട് നിലവിളിക്കുന്ന അവളുടെ അടുത്തുള്ള ഫെങ്ങിനെയും ഫ്രണ്ട്സിനെയും ആ ലേഡിയും റിസപ്ഷനിലെ അയാളൊക്കെയാണ്. അവർക്കൊക്കെ ഇവളൊരു സ്വപ്നം കണ്ട് കരഞ്ഞത് കണക്കാണെങ്കിൽ അവൾക്കാകട്ടെ റിയൽ ആയിട്ട് എന്തോ ഒന്ന് സംഭവിച്ച കണക്ക് തന്നെയുണ്ട്. അവൾ ആകെ പേടിച്ച് പാനിക്കായി ഇരിക്കുകയാണ്. അങ്ങനെ ഫെങ് ആകട്ടെ സൂസുവിനെ സമാധാനിപ്പിക്കുന്നു. ഒരുപക്ഷെ നീ ഓർമ്മക്കുറവിന് എന്തോ ഒരു മെഡിസിൻ കഴിക്കുന്നില്ലേ, അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വെറുതെ തോന്നുന്നതായിരിക്കും ഈ കാര്യങ്ങളെന്നൊക്കെ അവളോട് പറയുമ്പോൾ, അല്ല ശരിക്കും എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം, ഞാനത് സ്വപ്നം കണ്ടതല്ല. അവരെന്നെ ഉപദ്രവിച്ചപ്പോ എന്റെ ദേഹത്തൊക്കെ അതിന്റെ മുറിവുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു പോറല് പോലും ഇല്ല. എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല എന്നെല്ലാം അവൾ പാനിക്കാവുന്നു. അന്നങ്ങനെ അവൾ റെഡിയായി ഫുഡ് കഴിക്കാനായി താഴേക്ക് പോകുമ്പോൾ ഫെങ്ങോ ഫ്രണ്ട്സോ വന്നിരുന്നില്ല. ആ ഒരു ടൈം അവിടെ ആ ലേഡിയോട് അവൾ, അല്ല ആരാ അമ്മയും മകനും, അവരിവിടെ സ്ഥിരം റൂം എടുത്ത് താമസിക്കുന്നവരാണോ എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണിന്റെ ഭർത്താവ് അവളെ മാരകമായി ഉപദ്രവിക്കായിരുന്നു. കൊച്ചിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അയാളെ ഉപേക്ഷിച്ച് കൊച്ചുമായിട്ട് വീട് വിട്ടിറങ്ങിയതാ. സ്റ്റേ ചെയ്യാനായിട്ട് വേറെ ഇടയില്ലാത്തതുകൊണ്ട് ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ആ ലേഡി പറയുന്നുണ്ട്. ഓ അങ്ങനെയാണോ എന്നത് കേട്ട് മറ്റെന്തോ ഒരു കാര്യം കൂടി ചോദിക്കണം എന്ന രീതിയിൽ അതിന് സൂസു ഒരുങ്ങുമ്പോഴേക്കും ഇച്ചിരി തിരക്കുണ്ട്, പോട്ടെ എന്ന് പറഞ്ഞ് അവളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത കണക്ക് ആ ലേഡി ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. അങ്ങനെ അന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം ഫെങ് അയച്ച ഫോട്ടോസ് നോക്കി സൂസു ഇരിക്കുന്ന ടീം ഫെങ്ങും അടുത്തേക്ക് വന്നിരുന്ന് സംസാരിക്കുന്നു. ഇതേ കണക്ക് ഞാൻ എപ്പോഴും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റ് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മറ്റേ ആ പയ്യൻ ഒരു പെൺകുട്ടിയുടെ കൂടെ നിന്ന് കളിക്കുന്നതും പെട്ടെന്ന് ആ പെൺകുട്ടി ഇൻവിസിബിൾ ആയി മാറുന്നതും സൂസു കാണുന്നത്. അവിടുത്തെ ആ പെൺകുട്ടി എന്തിയെ, 2 പിള്ളേരില്ലായിരുന്നു അവിടെ, എന്തി ആ പെൺകുട്ടി, അവൾ പെട്ടെന്ന് അവിടെ പോയിന്ന് അടുത്തിരിക്കുന്ന ഫെങ്ങിനോട് സൂസു ചോദിക്കുമ്പോ, നീ എന്തേ പറയുന്നത്, അവിടെ ആ പയ്യൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഫെങ് പറയുമ്പോ, അല്ല 2 പേരുണ്ടായിരുന്നു, ഞാൻ കണ്ടതാണെന്ന് അവൾ തർക്കിക്കുന്നുണ്ട്. പക്ഷെ ഫെങ് അവിടെ ആ പയ്യനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. അവളാകട്ടെ ഇതിലൊരു വ്യക്തത വേണമെന്ന് ഉറപ്പിച്ച് ആ പയ്യന്റെ അടുത്ത് എന്ന് സംസാരിക്കുന്നുണ്ട്. മോൻ അവിടെ ഒരു പെൺകുട്ടിയുടെ കൂടെ ഗെയിം കളിച്ചോണ്ടിരുന്നില്ലേ, ആ പെൺകുട്ടി ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പയ്യൻ എന്തോ ഒന്ന് പറയാനേ വരുമ്പോഴേക്കും അവന്റെ അമ്മ അവനെ അകത്തേക്ക് പിടിച്ചോണ്ടുപോയി അടിക്കാണ്. തന്നോട് സംസാരിച്ചതിനാണോ ഒരു കാര്യമില്ലാതെ ഈ കൊച്ചിനെ പിടിച്ചോണ്ടുപോയി അടിക്കുന്നതെന്ന് തോന്നുന്ന സൂസു ആ അമ്മയെ തടയാനായി പോകുമ്പോ ആ അമ്മ അവൾക്ക് നേരെയും അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയം ഫെങ് എത്തിയാണ് അവളെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കിയാൽ പോരെ, എന്തിനാ ആവശ്യമില്ലാത്ത ഓരോരുത്തരോട് സംസാരിക്കാനൊക്കെ പോകുന്നതെന്ന് ഫെങ് അവളെ വഴക്ക് പറയുന്നുണ്ട്. അന്നാകട്ടെ ഫെങ്ങിനോടും അവന്റെ ഫ്രണ്ട്സിനോടും ഇരുന്ന് സംസാരിക്കുന്ന ടീം സൂസുവിന് ഫ്രണ്ട്സ് ഒരു കാര്യം പറയുന്നത് വല്ലാണ്ട് അങ്ങ് ഇഷ്ടാവുന്നുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്താൽ അവിടെ പ്രേതത്തിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ആ വീഡിയോയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന്. അതൊന്ന് ചെയ്തു നോക്കാന്ന് സൂസു പറയുമ്പോൾ ഫെങ്ങിന് അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ, ലേറ്റ് ആയില്ലേ, ഞങ്ങൾ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് പോകുന്നുണ്ട്. എങ്കിൽ ഇതൊന്ന് തന്നെ പരീക്ഷിക്കാലോ എന്ന് ഓർത്ത് കിടക്കുന്ന റൂമിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വെച്ച് സൂസു കിടക്കുന്നുണ്ട്. അന്ന് അവൾ ഉറങ്ങിയ ശേഷവും കഴിഞ്ഞ ദിവസത്തെ കണക്ക് തന്നെ ഒരു രൂപം അവളുടെ അടുത്ത് വരുന്നത് നമുക്ക് കാണാം. പക്ഷെ അവൾ അതൊന്നും അറിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ റെക്കോർഡ് ചെയ്ത വീഡിയോ എടുത്ത് നോക്കാന്ന് അവൾ കരുതുമ്പോഴേക്കും ഡോറിൽ ഒരു തട്ട്. ചെന്ന് നോക്കുമ്പോൾ ഫെങ്ങാണ് അവൻ പുറത്തു പോകാനായി വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം അവന്റെ കൂടെ പുറത്തൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അതിനുശേഷം മടങ്ങി എത്തുന്ന അവൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത കാര്യം ഓർത്ത് അത് പരിശോധിക്കുമ്പോൾ കറക്റ്റ് അവൾ അതിൽ ആ പ്രേതം വരുന്നത് കാണുന്നുണ്ട്. പേടിച്ച് നിലവിളിച്ച് അവൾ വേഗം തന്നെ ഇത് ഫെങ്ങിനെ കാണിക്കാനായി പോകുമ്പോൾ അവൻ കാണുന്ന ടീം ആ വീഡിയോയുടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അവൾക്ക് ഇതിൽ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതേ ടീം ആദ്യമൊക്കെ സൂസു ഇവിടെ എന്തോ ദുരൂഹത നടക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കേൾക്കാതിരുന്ന ഫെങ്ങിന്റെ ഫ്രണ്ട്സിനും എന്തൊക്കെയോ ഫീൽ ആവുന്നു. ഫെങ്ങിന്റെ പെരുമാറ്റത്തിലും എന്തൊക്കെയോ പന്തികേട് കണക്ക് അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവരുടേതായ രീതിയിൽ ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. ഈ ഹോട്ടൽ വലിയൊരു ബിൽഡിംഗ് ആണ്, ഇവിടുത്തെ റൂമൊക്കെ ഫില്ലാണ്, ഇഷ്ടംപോലെ താമസക്കാരുണ്ടെന്നൊക്കെയാണ് ആ ലേഡി പറഞ്ഞവർ കേട്ടത്. പക്ഷെ ഇവരങ്ങനെ താമസക്കാരൊന്നും കണ്ടിട്ടില്ല. ഇവർ ആകെ മൊത്തത്തിൽ ഒരു 4 പേരല്ലേ ഉള്ളൂ, ആ അമ്മയും മകനും കൂട്ടാതെ. അതുകൊണ്ട് തന്നെ ഇവരൊന്ന് പരിശോധിക്കാനായി റിസപ്ഷനിൽ നിന്ന് ആരും കാണാതെ താക്കോൽ എടുത്ത് ഓരോ റൂം കയറി ഇറങ്ങാനായി തുടങ്ങുന്നു. ആ സമയത്ത് ഒരു റൂമിലേക്ക് ചെല്ലുന്ന അവർ അവിടെ ആക്രമിക്കപ്പെടുന്നു. ആക്ച്വലി ആ പെൺകുട്ടി ഈ
ഈ പയ്യനും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണ്. ആ പെൺകുട്ടിയാണ് ആദ്യം ആ റൂമിൽ കയറുന്നത്. പയ്യൻ പുറത്ത് നിൽക്കായിരുന്നു. അകത്ത് പോയി അവൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് കണക്ക് ശബ്ദം കേട്ട് ഇവൻ ഓടി ചെല്ലുമ്പോൾ അവളെ വല്ലാത്തൊരു ഭാവത്തിലാണ് അവൻ അവിടെ കാണുന്നത്. തുടർന്ന് ഒരുവിധം റൂമിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവരുമ്പോൾ ആ റൂമിലേക്ക് ചെന്ന് കയറിയതിന് ഈ സംഭവം അറിഞ്ഞ ലേഡി വഴക്ക് പറയുന്നുണ്ട്. എന്തോ ഒരു ദുരൂഹത ഇവിടെ ഉണ്ടെന്ന് ആ പയ്യനും സൂസുവും ആ വയ്യാത്ത പെൺകുട്ടിയെ ഈ അവസ്ഥയിലാക്കിയത് ഇവിടെ നടന്ന എന്തോ മർമ്മമായ ഒരു വിഷയമാണെന്നും പറഞ്ഞ് തർക്കിക്കുമ്പോൾ ഫെങ് അവരുടെ കൂടെ നിൽക്കുന്നില്ല. ഈ ലേഡി ആകട്ടെ, നിങ്ങൾ ചുമ്മാ ഈ ഹോട്ടലിന് എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറെടുത്തോ, ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ എന്തോ വളരെ വിചിത്രമായി നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായി നോക്കുന്നുണ്ട്. കാരണം അവൾ ഫെങ്ങിനോട് പറയുമ്പോൾ ഫെങ് അവളെ വിശ്വസിക്കുന്നില്ല. കൂടാതെ ഫെങ്ങിനെ പറ്റിയും എന്തൊക്കെയോ ദുരൂഹത കണക്ക് അവൾക്ക് അപ്പൊ തോന്നുന്നുണ്ട്. തുടർന്ന് അവൾ രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന സമയത്താണ് അവൾക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഇതൊരു പ്രേതാലയമാണ്. ഇവിടെ അവൾ കണ്ടുമുട്ടിയ എല്ലാവരും പ്രേതങ്ങളാണെന്ന്. ആ റിസപ്ഷനിലുള്ള ആൾ, ആ ലേഡി, അവർ രണ്ടുപേരുമാണ് ഈ ഒരു ലോഡ്ജ് നടത്തുന്നത്. അവർ പ്രേതങ്ങളാണ്. ഇവിടെ താമസക്കാരെ കണ്ട അമ്മയും മകനും പ്രേതങ്ങളാണ്. ഇവിടെ അവൾ കണ്ട ഫെങ്ങും അവന്റെ കൂട്ടുകാരും പ്രേതങ്ങളാണ്. അവളും ആത്മാക്കൾ പാർക്കുന്ന ഈ ഒരു ലോഡ്ജിൽ വന്നു പെട്ടു എന്നത് അവൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ പ്രേതങ്ങളെ കാണുന്ന താനും ഒരു പ്രേതമാണെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്താണ് ഓൾറെഡി ഓർമ്മക്കുറവിന് ജീവിച്ചിരുന്നപ്പോ മരുന്നുകൾ കഴിച്ചിരുന്ന അവൾക്ക് ഇപ്പോ പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ഫെങ്ങിനെ കണ്ടപ്പോ അവനെ ആദ്യമായി എവിടെയോ കണ്ടിട്ടുള്ളതായും അവനെടുക്കുന്ന ഫോട്ടോസിന് പോസ് ചെയ്തിട്ടുള്ളതായും അവൾക്ക് തോന്നിയത് വെറുതെ അല്ല. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്തെ ഫെങ്ങും സൂസുവും അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട് പ്രണയത്തിലായവരാണ്. പക്ഷെ അങ്ങനെ അവരുടെ പ്രണയം അധികം നാൾ നന്നായി മുന്നോട്ട് പോയില്ല. അതിനിടയിൽ ആക്സിഡന്റ് സംഭവിക്കുകയും ഫെങ് മരണപ്പെടുകയും ചെയ്തു. അതേ ആക്സിഡന്റിൽ തന്നെ സാരമായി പരിക്കേറ്റ് സൂസു കോമ സ്റ്റേറ്റിലായിരുന്നു. ആ അവളുടെ ആത്മാവ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറയില്ലേ, കോമ സ്റ്റേറ്റിലുള്ള അവളുടെ ശരീരം വിട്ട് ആ ആത്മാവ് അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഫെങ്ങിനെ അന്വേഷിച്ച് അലഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെ ആത്മാക്കളുള്ള ഈ ഒരു സ്ഥലത്ത് താൻ മരിച്ചു എന്നതുപോലും അറിയാതെ റിയലായി തന്റെ ലൈഫിൽ നടക്കുകയാണ് എന്നൊരു ധാരണയിൽ അവളുടെ ആത്മാവ് ഇവിടെ വരികയും വീണ്ടും ഫെങ്ങിനെ കാണുകയും അവന്റെ കൂടെ ഇവിടെ സമയം ചെലവഴിക്കുകയുമായിരുന്നു. ഇതിപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് തന്റെ പ്രിയപ്പെട്ടവൻ മരിച്ചുവെന്നും അവൻ പെട്ടിരുന്ന ആക്സിഡന്റിൽ പെട്ട താൻ മരിക്കാതെ കോമ സ്റ്റേറ്റില് ശരീരവും ആത്മാവും വേർപെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്നും മനസ്സിലാകുമ്പോൾ അവൾക്ക് തിരിച്ച് ആ ഒരു ലൈഫിലേക്ക് പോകണമെന്നില്ല. മരിക്കണം, ആത്മാവായി ഫെങ്ങിന്റെ കൂടെ ചേരണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനവൾക്ക് കഴിയുന്നില്ല. എങ്ങനെ പൂർണ്ണമായും ശരീരവുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഈ ആത്മാക്കളുടെ ലോകത്ത് തന്നെ നിൽക്കാമെന്ന് അവൾ ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. അവിടെ ആഴമുള്ള ഒരു സ്ഥലത്തേക്ക് എടുത്തു ചാടി ജീവനുള്ളപ്പോ അങ്ങനെ ചാടിയാ മരിക്കുമല്ലോ. അതേ കണക്ക് ഇവിടെ അവൾ പരീക്ഷിച്ചു നോക്കുമ്പോൾ അവൾ മരിക്കണമെന്ന് ഫെങ്ങിന് തീരെ ആഗ്രഹമില്ല. അവൻ ഇഷ്ടപ്പെടുന്ന അവൾ ജീവനോടെ സേഫ് ആയിരിക്കണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ അവളെ തടയാൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് ജീവനോടെ ഉണ്ടെന്നും എന്നാൽ പിന്നീട് മരിച്ചെന്നും പക്ഷെ ഇതൊന്നുമല്ല, താൻ മരണത്തിന്റെയും ജീവിതത്തിന്റെയും നടുക്കാണ് ഇപ്പോൾ ഉള്ളതെന്നും തിരിച്ചറിയുന്ന അവൾക്ക് അവന്റെ കൂടെ നിൽക്കണം എന്നതാണ് അപ്പോഴും ആഗ്രഹമായി തോന്നുന്നതെങ്കിലും അത് സാധിക്കാതെ ഫെങ്ങിനെ അവസാനമായി കണ്ട് അവളുടെ ആത്മാവ് അവിടെ നിന്ന് നേരെ അവളുടെ ശരീരത്തിലേക്ക് തന്നെ എത്തുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി കോമയിലുണ്ടായിരുന്ന അവൾ കണ്ണു തുറന്നത് ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും അവിടെ കാത്തിരുന്ന അവളുടെ പേരൻസിനെയും സന്തോഷിപ്പിക്കുന്ന ഒരു മെഡിക്കൽ മിറാക്കിളായി അവർ അതിനെ പരിഗണിക്കുന്നു. ആ സമയത്താണ് അവൾ അവിടെ ഹെൽമറ്റ് ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോഴാണ് അവൾക്ക് ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേഷന് ശേഷം ഒരു ചെറിയ ട്രിപ്പ് അന്ന് പ്രണയത്തിലായിരുന്ന ഫെങ്ങും സൂസുവും പോയിരുന്നു. അവർ അങ്ങനെ ബൈക്കിൽ പോകുന്ന ടീം, നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എത്രത്തോളം എന്നെ നിനക്ക് ഇഷ്ടമാണെന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൾ മറുപടി പറയുന്നത് കേൾക്കുന്ന അവൻ ഈ ഹെൽമെറ്റ് നീ തലയിൽ എടുത്തു വെക്കാനായി അവളോട് ആവശ്യപ്പെടുന്നു. അവൾ അത് ചുമ്മാ കാഷ്വലായി അവൻ പറഞ്ഞ പാടെ എടുത്ത് വെക്കുന്ന ടീമാണ്. വണ്ടിക്ക് ബ്രേക്കില്ലെന്നും ഒരു അപകടത്തിലേക്കാണ് പോകുന്നതെന്നും അവൾക്ക് മനസ്സിലാവുന്നത്. അവൾക്ക് ഒന്നും പറ്റാതിരിക്കാനായി അവൻ മനഃപൂർവ്വം അവളെ കൊണ്ട് ഹെൽമെറ്റ് ഇടിയിപ്പിച്ചതായിരുന്നു. അങ്ങനെ പിന്നീട് അവിടെ ഒന്നും ചെയ്യാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ പ്രതീക്ഷ കണക്ക് തന്നെ കൊക്കയിലേക്ക് വണ്ടി മറിയുകയും തൽക്ഷണം അപകടത്തിൽപ്പെട്ടവൻ മരിക്കുകയും എന്നാൽ ഹെൽമെറ്റ് തലയിൽ ഇട്ടതുകൊണ്ട് മാത്രം മരിക്കാതെ ഒരു കോമ സ്റ്റേറ്റിലേക്ക് സൂസു പോവുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഫെങ്ങിന്റെ ആത്മാവിനെ കണ്ടുവന്ന് ഇപ്പോൾ ശരീരത്തിൽ എത്തുന്ന സൂസുവിന് കണ്ണു തുറന്നപ്പോ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ. മരിക്കുന്ന സമയത്ത് പോലും തന്നെ അത്രയേറെ കെയർ ചെയ്ത ഫെങ്ങിന്റെ ഓർമ്മയിൽ മുന്നോട്ട് ജീവിക്കുന്ന സൂസുവിനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അങ്ങനെ അതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വ്യത്യസ്തമായ ഹൊറർ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടാം. ബൈ.